മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം അസാധുവാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഹർജിയുമുണ്ട്. അതിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഇന്നുണ്ടാകും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പീലിൽ തീരുമാനമാകുന്നത് വരെ കമ്മീഷന് പ്രവർത്തനാനുമതി നൽകണമെന്നാണ് ആവശ്യം. ആജ്ഞ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ സർക്കാരിന് വലിയ തിരിച്ചടിയായിരുന്നു ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം കോടതിയുടെ വിധി. അതിനുശേഷമാണിപ്പോൾ കൂടുതൽ നിയമ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത്. അനുകൂല ഉത്തരവ് ലഭിക്കുമെന്ന ആത്മവിശ്വാസം സർക്കാരിനുണ്ടോ? എന്തായിരുന്നു സർക്കാരിന്റെ വാദഗതികൾ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയത്. മുൻപത്തെ ഭൂമി ഏറ്റെടുക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട്. വേണ്ടി വന്നാൽ ഇക്കാര്യത്തിൽ നിയമനിർമ്മാണം നടത്താനും സർക്കാർ തയ്യാറാണ്. മുൻപത്തെ ഭൂമി ഏറ്റെടുത്ത് ഈ തർക്കത്തിൽ പരിഹാരം കാണാനും സർക്കാർ തയ്യാറാണെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. അതേസമയം മുൻപത്തെ ജുഡീഷ്യൽ കമ്മീഷൻ റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കണം. നടപടി റദ്ദാക്കി ജുഡീഷ്യൽ കമ്മീഷന്റെ അധികാര പരിധികൾ വീണ്ടും പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഇത് സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് തള്ളിയ ഹർജിയാണ്. കാരണം മുൻപും കമ്മീഷൻ റദ്ദാക്കുന്ന ഉത്തരവ് ജസ്റ്റിസ് CS ഡയസിന്റെ ഭാഗത്തു നിന്നുമാണ് ഉണ്ടായത്. അതിന് കൃത്യമായ കാരണം കാണിച്ചത് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലാണ് മുൻപത്തെ ഭൂമി ഇരിക്കുന്നത്. അത് തർക്കഭൂമിയാണ്. അത്തരം ഭൂമികളിൽ അല്ലെങ്കിൽ വഖഫിന്റെ അധികാര പരിധിയുള്ള ഭൂമിയിൽ സർക്കാരിന് ഇടപെടാനുള്ള അധികാരമില്ല. സർക്കാരിന് ഭൂമിയിന്മേൽ, അതായത് റവന്യൂ ഭൂമിയിന്മേൽ സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാം. അതേസമയം ഇത്തരം വഖഫ് തർക്കം ഉന്നയിച്ച ഭൂമികളിൽ ഇടപെടാനുള്ള അധികാരം ജുഡീഷ്യൽ കമ്മീഷൻ ഇല്ല എന്ന് അതുകൊണ്ടാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം അസാധുവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്ന സാഹചര്യമില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് CS ഡയസ് മുൻപത്തെ ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേസമയം മുൻപത്തെ ഭൂമിയിൽ വസ്തുതാ റിപ്പോർട്ട് ശേഖരിക്കുന്ന സാഹചര്യമുണ്ട്. അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ മുൻപത്തെ ഭൂമിയിൽ കൃത്യമായ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ മുൻപം കമ്മീഷനെ റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചപ്പോഴാണ് സർക്കാർ ഹൈക്കോടതിയിൽ മുൻപത്തെ ഭൂമി പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ നിയമനിർമ്മാണം നടത്താൻ തയ്യാറാണെന്ന്, അതല്ലെങ്കിൽ ആ ഭൂമി ഏറ്റെടുക്കാൻ തന്നെ തയ്യാറാണ് എന്നുള്ള സാഹചര്യം കൂടിയുണ്ടെന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. എന്തായാലും മുൻപം ഭൂമിയിൽ വഖഫ് ഇതുമായി ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട് മുൻപത്തുകാർക്ക്. കാരണം വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കിയത് തന്നെ മുൻകാല പ്രാബല്യത്തോടെ ഉണ്ടാകില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ്. മുൻകാല പ്രാബല്യത്തിൽ ഉണ്ടാകില്ല എന്ന സാഹചര്യത്തിൽ ഈ മുൻപം ഭൂമിയിലെ മുൻപത്തെ തർക്കഭൂമിയെ അതിൽ ഉൾപ്പെടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വഖഫ് ഭൂമിയുമായി അല്ലെങ്കിൽ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുള്ള 40-ാം അനുച്ഛേദത്തിലാണ് ഈ പറയുന്ന ഭേദഗതി ഉണ്ടായിരിക്കുന്നത്. ഈ ഭേദഗതി നിലവിൽ വരുമ്പോൾ മുൻപത്തെ ഭൂമിയിൽ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. അതാണ് സാഹചര്യം. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുൻപം ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കിയിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഇതിന്റെ സാധ്യതകൾ വീണ്ടും പരിശോധിക്കുകയാണ് കോടതി.